ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞുകുട്ടികൾക്ക് വീട്ടിലിടാൻ പറ്റിയ ടോപ്പും ഷോർട്സും ആയിട്ടാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന 1.5 മീറ്റർ തുണിയാണ്. അതിൽ 1/2 മീറ്റർ ഷോർട്സ് തയ്ക്കാനാണ്, ബാക്കി നമുക്ക് ടോപ്പ് തയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ടോപ്പാണ് കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് 4 മടക്കിയെടുക്കാം. ഇവിടെ സ്ലീവ്ലെസ് ടോപ്പ് ആയതുകൊണ്ട് ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇവിടുന്ന് ആം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് 2.5 ഇഞ്ചാണ്. കുറവായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്, കാരണം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടൊരു പീസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ കുറവെടുക്കുന്നത്. ഇനി ഇവിടുന്ന് ചെസ്റ്റ് റൗണ്ട് എടുക്കുക 6.5 ഇഞ്ച്. ടോപ്പിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 16.5 ഇഞ്ചാണ്. അതിൽ 1/2 ഇഞ്ച് ഷോൾഡറിനും 1/2 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനും പോകും. തുണീൻ്റെ വീതി ഞാൻ എടുക്കുന്നത് 8 ഇഞ്ചാണ്. ഇനി താഴത്തെ വീതിയാണ് അടയാളപ്പെടുത്തുന്നത്. ഇവിടുത്തെ വണ്ണം വരുന്നത് 7 ഇഞ്ചാണ്. ആ ഒരു ഭാഗത്ത് കുറച്ച് ലൂസ് എടുക്കുകയാണ്. ഇനി ഈ 2 പോയിൻറ്റ്സും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ലെങ്ത്ത് 1 ഇഞ്ച് എടുക്കുക. അത് നെക്കിൻ്റെ ലെങ്ത്താണ് കേട്ടോ. അത് ഇതുപോലെ ഒന്നൊരു ഷേപ്പിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇത് സാധാ ടോപ്പ് കട്ട് ചെയ്യണ പോലെയല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് വീഡിയോ അവസാനം വരെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ആം ഹോള് കട്ട് ചെയ്ത് കൊടുക്കാം. മുകളിൽ ഇതുപോലെ 2 സ്ട്രാപ്പ് വയ്ക്കണതുകൊണ്ടാണ് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ കുറച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഫ്രണ്ടും ബാക്കും ഞാൻ സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഫ്രണ്ട് പീസും ഇത് ബാക്ക് പീസും ആണ്. ബാക്ക് പീസിന് തുണി എടുക്കുക. ഇവിടുന്ന് 4 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ബട്ടൺസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടോപ്പിന് സ്ട്രാപ്പ് വയ്ക്കാൻ വേണ്ടി 2 പീസ് ഇതുപോലെ എടുക്കുക. ഇതിന് വീതി വരുന്നത് 3 ഇഞ്ചും ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 6.5 ഇഞ്ചുമാണ്. അപ്പം ഇനി ഇതിന് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല വശം ചേർത്ത് മടക്കാം, എന്നിട്ട് ആ ഭാഗം സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതിന് നല്ല വശത്തേക്ക് ഇതുപോലെ മറിച്ചിടാണ്. അപ്പം ഇനി ഫ്രണ്ട് പീസ് എടുക്കുക. ഇനി ഇതിൻ്റെ ഇവിടെയായിട്ട് ഞാൻ 2 സൈഡിൽ ആം ഹോളിൻ്റെ അവിടെ പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ 2 പീസ് ഇതുപോലെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തായിട്ട് ഇതുപോലെ വയ്ക്കാം. അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെയും ആം ഹോളിൻ്റെ അവിടെയായിട്ട് ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് വേണം ഈ 2 സ്ട്രിപ്പ് വയ്ക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു പീസ് ഇതുപോലെ വയ്ക്കാം. ഇനിയിപ്പോൾ ഫ്രണ്ട് പീസ് ഞാൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് പീസിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തന്നെ വയ്ക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ലൈനിങ് പീസ് ഇതുപോലെ വെച്ചിട്ട് ഒരുമിച്ച് അടിച്ചു പോവാം. അപ്പോൾ നമുക്കത് മറിച്ചിടുമ്പോൾ ആ ലൈനിങ് പീസ് നേരെ റോങ് സൈഡിലേക്ക് പോകും. അപ്പോൾ ഇതുപോലെ 2 സ്ട്രിപ്പും ഞാൻ അടിച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ ഞാൻ ഇതുപോലെ ഓപ്പണിങ്ങിൻ്റെ അവിടെയും ലൈനിങ് വെച്ച് അടിച്ചിട്ടുണ്ട്. ഇനി ടോപ്പിൻ്റെ താഴെയായിട്ട് ഞാൻ ഇതുപോലെ ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇതുപോലെ 2 പീസ് എടുക്കാം. ഇതിൻ്റെ നീളം വരുന്നത് ഈ ടോപ്പിനേക്കാളും ഡബിൾ എടുക്കാം. 17 ഇഞ്ചാണ് ഒരു പീസ് വരുന്നത്. അപ്പോൾ 24 ഇഞ്ച് വരും. ഇനി ഇതിൻ്റെ വീതി 2 ഇഞ്ചാണ്. ഇനി ഇതിന് ഒരുമിച്ച് ഇതുപോലെ അടിച്ചെടുത്താൽ ഇതിൻ്റെ അരികു ഭാഗം ഇതുപോലെ മടക്കി ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഇതിൻ്റെ അരികു ഭാഗം അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശം ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് അത് ചുരുക്കിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക. നമ്മൾ മടക്കിയ തയ്ച്ച ഭാഗം ഉണ്ടല്ലോ, അത് ഈ ഒരു സൈഡിലായിട്ട് വരണം. എന്നിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാം. ചെറിയ ഫ്ലീറ്റ്സ് ഇട്ടാൽ മതി. ഞാൻ 2 സൈഡിലും ഇതുപോലെ തന്നെ നല്ല വശം ചേർത്തിട്ട് അടിച്ചു കഴിഞ്ഞു. താഴത്തെ ഭാഗം നമ്മൾ മുന്നേ മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ടോപ്പിൻ്റെ 2 സൈഡും നല്ല വശം ചേർത്തിട്ട് ഈ അരികു ഭാഗം അടിച്ചു പോവുക, 2 സൈഡും ഇതുപോലെ. അപ്പോൾ ഈ ടോപ്പിൻ്റെ 2 സൈഡും ഞാൻ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ താഴെ ഇതുപോലെ ഫ്രില്ല് വരുന്ന ഒരു സ്ലീവ്ലെസ് ടൈപ്പ് ടോപ്പാണ്.
ഇപ്പോൾ ചൂട് കാലത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇടാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ സ്ട്രാപ്പ് വെച്ചതുകൊണ്ട് ഊരാൻ വേണ്ടിയാണ് ബാക്കിൽ ഇതുപോലെ ഒരു ബട്ടൺസ് വയ്ക്കുന്നത്. ഇനി നമുക്കിതിന് മാച്ച് ചെയ്ത ഷോർട്ട്സ് എങ്ങനെ തയ്ക്കണമെന്ന് നോക്കാം. ഷോർട്ട്സ് തയ്ക്കാൻ വേണ്ടി ഞാനൊരു 1/2 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കുറവാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇതുപോലെ നമുക്ക് 4ആക്കി മടക്കാം. ഇവിടെ ഒരു അളവ് ടൗസർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യം നോക്കേണ്ടത് ഇതിൻ്റെ ലെങ്ത്താണ്. 11 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. ഇനി അതിൻ്റെ ക്രച്ചിൻ്റെ ലെങ്ത്ത് വരുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ മെഷർമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ ഇതിന് ഇതുപോലെ ആ മടങ്ങിയ ഭാഗത്തായിട്ട് ഈ ടൗസർ ഞാൻ വെച്ചിരിക്കുന്നത്. വേസ്റ്റ് ബാൻഡ് ലെങ്ത്ത് വരുന്നത് 1 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഒരു 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് മടക്കിയിട്ട് അതിൻ്റെ ഒരു തയ്യൽ തുമ്പ് വേണമല്ലോ. അപ്പോൾ അതിനൊരു 1/2 ഇഞ്ച് വേണം. അതുകൊണ്ടാണ് 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യണത്. 1.5 ഇഞ്ചിൽ ഇതുപോലെ തുണീനെ മടക്കുക. ഇതായിരിക്കും നമ്മുടെ വേസ്റ്റ് ബാൻഡ്. ഓക്കെ, ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോണത് ക്രച്ച് ലെങ്ത്താണ്. മടങ്ങിയ ഭാഗത്ത് തന്നെ നമ്മൾ ഈ ഷോർട്ട്സ് ഇതുപോലെ വയ്ക്കാം. അപ്പോൾ ഇവിടെ ക്രച്ചിൻ്റെ ലെങ്ത്ത് വരുന്നത് 8 ഇഞ്ച് എന്നാണ് നമ്മൾ പറഞ്ഞത്, വേസ്റ്റ് ബാൻഡ് ഉൾപ്പെടെ കേട്ടോ. അപ്പോൾ 8 ഇഞ്ച് ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഈ ഷോർട്ട്സിൽ 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇപ്പുറത്തേക്ക് 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ ക്രച്ചിന് ഷേപ്പ് കൊടുക്കുകയാണ്. ഷോർട്ട്സിൻ്റെ താഴത്തുള്ള വീതി 8 ഇഞ്ചാണ്. അതിവിടെ മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. ഇനി ഈ 2 പോയിൻറ്റ്സും ഇതുപോലെ ചെരിച്ച് വരച്ചു കൊടുക്കാം. നമ്മൾ ഷോർട്ട്സിൽ നിന്ന് കറക്റ്റ് അളവ് മാർക്ക് ചെയ്തു. ഇനി താഴെ നമുക്ക് 1 ഇഞ്ച് മടക്കി തയ്ക്കാൻ വേണം. അതൊന്ന് വിട്ടു കൊടുക്കുക. ഇവിടെ വീതി വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ഹിപ്പ് റൗണ്ട് ഇവിടെ വരുന്നത് 21 ഇഞ്ചാണ്. അതിൻ്റെ 4/1 5/4 പ്ലസ് ഒരു 4/3 4 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക ലൂസിന്. അപ്പോൾ നമുക്ക് 10 ഇഞ്ച് കിട്ടും. അതാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ 2 നല്ല വശം ചേർത്തിട്ട് ക്രച്ചിൻ്റെ ഭാഗം ഇതുപോലെ തയ്ച്ചു പോവുക. ഇവിടെ ഇപ്പോൾ ഞാൻ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ തുണീനെ ഇതുപോലെ മിഡിലാക്കി കൊണ്ടുവരിക. ക്രച്ചിൻ്റെ ഭാഗം ഇതുപോലെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം. ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ നമ്മൾ 1 ഇഞ്ചാണല്ലോ ഇട്ടിരുന്നത്, ആ 1 ഇഞ്ചിലേക്ക് ഇതുപോലെ തുണീനെ മടക്കുക. 2 സൈഡും ഇതുപോലെ തന്നെ മടക്കുക. അതിന് ശേഷമാണ് നമ്മൾ ക്രച്ചിൻ്റെ ഭാഗം ജോയിൻ ചെയ്യേണ്ടത്. വേസ്റ്റ് ബാൻഡിൻ്റെ അവിടെ നമ്മൾ 1.5 ഇഞ്ചാണ് എടുത്തത്. അതിന് ഇതുപോലെ ആദ്യം മടക്കുക. എന്നിട്ട് അതിൻ്റെ എൻഡ് ഉണ്ടല്ലോ ഇതുപോലെ മടക്കിയിട്ട് വയ്ക്കുക. അതും ചുറ്റും ഇതുപോലെ തന്നെ തയ്ക്കുക. ഇലാസ്റ്റിക് ഇടാനുള്ളൊരു ഭാഗം ഒന്ന് വിട്ടു കൊടുക്കുക. ഞാനിപ്പോൾ വേസ്റ്റ് ബാൻഡ് ഫുള്ളും തയ്ച്ചിട്ടുണ്ട്. അതുപോലെ താഴത്തെ ഭാഗവും മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ഈ ക്രച്ചിൻ്റെ ഈ താഴത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഇങ്ങനെ തയ്ക്കണേന്ന് നോക്കാം. അതുപോലെ തന്നെ ഒരു 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഈ തുണീനെ ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് ഞാൻ എടുക്കുന്നത് 10.5 ഇഞ്ച് തന്നെയാണ്. 10.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ 21 ഇഞ്ച് തന്നെ വേസ്റ്റ് ബാൻഡിന് കറക്റ്റ് അളവ് എടുക്കാം. 1 ഇഞ്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, അത് കറക്റ്റ് ടൈറ്റിൽ കിടന്നോളും. ഇറക്കം നമുക്ക് 11 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു അറ്റത്തൊരു പിൻ കുത്തിയിട്ട് ഇതിലേക്ക് നമ്മൾ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇവിടെ നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ അവിടെ പിൻ ചെയ്ത് വെച്ചേക്കാണ്. ഇനി കറക്റ്റ് അളവ് എടുത്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഷോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റിയ നല്ലൊരു പാറ്റേണിലുള്ളൊരു ഡ്രസ്സാണ്. അപ്പോൾ ഈ ടോപ്പും ഷോൾസും നിങ്ങൾക്ക് മാച്ച് ചെയ്ത് തന്നെ ഇടാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.